യൂറോപ്യൻ യൂണിയനുമായുള്ള കരാർ ഒപ്പുവയ്ക്കുകയാണ്. അതിൻ്റെ ചടങ്ങിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ ഒപ്പുവച്ചിരിക്കുന്നു. പി ബസന്ത് ചേരുന്നു വിവരങ്ങളുമായി. ബസന്ത്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള വ്യാപാര കരാർ ഒപ്പിടുന്നതിന്റെ ഔദ്യോഗിക ദൃശ്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. നേരത്തെ പ്രധാനമന്ത്രി ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ വലിയ തോതിൽ ഈ ഇറക്കുമതി തീരുവകൾ കുറയ്ക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായും കാറുകളുടെ കാര്യത്തിൽ വലിയ വിലക്കുറവ് ഉണ്ടാകുന്നു. അതായത് 15,000 യൂറോയ്ക്ക് മുകളിൽ വിലയുള്ള കാറുകളുടെ തീരുവ 40% കുറയ്ക്കാനാണ് ഇപ്പോൾ ഈ കരാർ കൊണ്ട് തീരുമാനിച്ചിരിക്കുന്നത്. യൂറോപ്യൻ കാർ കമ്പനികളായ ഫോക്സ് വാഗൻ, മെർസിഡീസ്, BMW, റെനോ, സ്റ്റെലാന്റിസ് തുടങ്ങിയ കമ്പനികൾക്ക് ഇത് ഗുണം ചെയ്യുന്നു. മരുന്നുകളുടെ വില വലിയ തോതിൽ കുറയുന്നു. ടെക്സ്റ്റൈൽസ്, ചെരുപ്പുകൾ, വൈദ്യുകൾ, അതായത് മദ്യവുമായി ബന്ധപ്പെട്ട് ഇറക്കുമതി തീരുവ കുറയ്ക്കാനുള്ള തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. സേവന മേഖലയിലെ നിയന്ത്രണങ്ങൾ ഒഴിവാകുന്നു. ടെലികമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, അക്കൗണ്ടിംഗ്, ഓഡിറ്റിംഗ് എന്നീ മേഖലകളിലും വലിയ തോതിൽ നേട്ടമാണ് വരുന്നത്. നിക്ഷേപ സംരക്ഷണത്തിനുള്ള കരാറിലും ഇപ്പോൾ ഒപ്പിട്ടിട്ടുണ്ട്. അതേസമയം ഇന്ത്യയിൽ ആഭ്യന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാക്കാവുന്ന കൃഷി, ക്ഷീരോത്പന്നങ്ങൾ തുടങ്ങിയ മേഖലകൾ ഈ കരാറിന്റെ ഭാഗമല്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. UK, ഒമാൻ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യ നേരത്തെ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടിരുന്നു. ഇത് 4ാമത്തെ ഒരു വ്യാപാര കരാറാണ് ഇന്ത്യ ഒപ്പിടുന്നത്. അതായത് അമേരിക്ക കഴിഞ്ഞ കൊല്ലം ഇന്ത്യക്കെതിരെ 50% തീരുവ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഇന്ത്യ 4 കരാറുകളിൽ ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ത്യൻ കമ്പോളങ്ങൾ, ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾക്ക് വലിയ തോതിൽ കമ്പോളങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ആ നിർബന്ധത്തിന് അല്ലെങ്കിൽ മർക്കട മുഷ്ടിക്ക് മുന്നിൽ കീഴടങ്ങേണ്ടതില്ല, വഴങ്ങേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ നൽകുന്ന സന്ദേശം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ഈ കരാർ ഒപ്പിട്ടുകൊണ്ട് പറഞ്ഞത്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ കരാർ എന്നുള്ളതാണ് പ്രധാനമന്ത്രി പറയുന്നത്. ആഗോള വ്യാപാരത്തിന്റെ 1/3 ഇപ്പോൾ ഈ കരാറിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. അതായത് ലോകത്തിലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കാറുകളുടെയൊക്കെ വിലയിൽ വലിയ വ്യത്യാസം ഉണ്ടാവും എങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിൽ എങ്ങനെയാണ് അത് പ്രതിഫലിക്കുക? കാറുകളും മറ്റും വാങ്ങുന്നവർക്ക് എത്രത്തോളം രൂപയുടെ ഒരു കുറവായിരിക്കും ഈ ഇന്ത്യൻ രൂപയിൽ ഉണ്ടാവുക? മോദി, ഇത് ആഡംബര കാറുകളാണ്. പ്രത്യേകിച്ച് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 15,000 യൂറോയ്ക്ക് മുകളിൽ വിലയുള്ള കാറുകളുടെ തീരുവയാണ് 110% നിന്നും കുറയ്ക്കുന്നത്. ഇത് വേറെ കാലമായി യൂറോപ്യൻ കാർ കമ്പനികൾ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഫോക്സ് വാഗൻ പോലെ, BMW പോലെ, മെർസിഡീസ് ബെൻസ് പോലെ, റെനോ, സ്റ്റെലാന്റിസ് തുടങ്ങിയ കമ്പനികൾക്ക് വലിയ ആവശ്യമായിരുന്നു ഇത്തരത്തിലുള്ളൊരു ഇത്. ഒരുപക്ഷെ വരും ഘട്ടത്തിൽ പിന്നെ ഇവരുടെ നിർമ്മാണവും ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു സംയുക്ത സംരംഭത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടാകാം. നേരത്തെ ഇതുണ്ടായിരുന്നു. മഹീന്ദ്രയും റെനോയും തമ്മിൽ നിലവിൽ തന്നെ ഒരു സഹകരണമുണ്ട്. മെർസിഡീസ് ബെൻസൊക്കെ ഇപ്പോൾ പിൻപുറിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് ഈ നേരിട്ട് ഇവിടെ വരുന്ന ഒരു സാഹചര്യം. ഞാനൊന്ന് ഇടപെടുകയാണ് ഇപ്പോൾ.